കാർഷിക രംഗത്ത് വിജയഗാഥ രചിച്ചിരിക്കുകയാണ് ബാങ്ക് ഉദ്യോഗസ്ഥനായ കോതമംഗലം സ്വദേശി ലൈജു. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപുള്ള 2 മണിക്കൂർ മാത്രം കൃഷിക്കായി മാറ്റിവെക്കുന്ന അദ്ദേഹം തന്റെ അധ്വാനത്തിന്റെ ഫലമായി ലഭിക്കുന്ന വിളവുകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിച്ചാണ് മാതൃകയാകുന്നത്. കൃഷിക്ക് പുറമെ 200ഓളം കോഴികളെയും വളർത്തുന്ന ഈ സമ്മിശ്ര കർഷകൻ പൂർണ്ണമായും ജൈവ രീതിയിലാണ് കൃഷിത്തോട്ടം പരിപാലിക്കുന്നത്. കോതമംഗലം കാരക്കുന്നത്ത് പാട്ടത്തിനെടുത്ത സ്ഥലത്താണ് ലൈജു പൗലോസിന്റെ പ്ലാവിൻ തോട്ടമുള്ളത്. കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയും മികച്ച കർഷകൻ കൂടിയായിട്ടുള്ള പുതുപ്പാടി വാഴാട്ടിൽ ലൈജു പൗലോസ് പ്ലാവിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സമ്മിശ്ര കൃഷിയാണ് നടത്തുന്നത്. പാട്ടത്തിനെടുത്ത ഭൂമിയിൽ വിവിധ ഇനം ബെഡ് പ്ലാവുകൾ നട്ടുപിടിപ്പിച്ച് വിളവെടുത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിനായി കുന്നുകര സർവീസ് സഹകരണ ബാങ്കിന് കൈമാറുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തെങ്ങ്, വിവിധ ഇനം ഫലവൃക്ഷങ്ങളും കൃഷി ചെയ്തു വരുന്നുണ്ട്. ഇത് വിയറ്റ്നാം സൂപ്പർ എയർലി ഇനത്തിൽപ്പെട്ട ഒരു ചക്ക എടുത്താണ്. ഇതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് നല്ല മധുരമുണ്ട്. വേറെ ഒരു ഇനമുണ്ട്, അത് അടുത്ത വർഷമാണ് കാച്ചു തുടങ്ങുള്ളൂ. അത് ചെറിയ റെഡ് കളർ കൂടുതലുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കഴിക്കുമ്പോൾ തന്നെ നല്ല മധുരമായിരിക്കും ഇതിന്. ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ആക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് നല്ല മധുരം നമുക്ക് കിട്ടുന്നു എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. നല്ല മധുരമുണ്ട്. കുട്ടികൾക്കാണെങ്കിലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാകുമെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. വിവിധ ഇനത്തിൽപ്പെട്ട 200ഓളം കോഴികളും ലൈജു വളർത്തുന്നുണ്ട്. ഏത്തവാഴ, പൈനാപ്പിൾ, ചേന, കോളിഫ്ലവർ, ക്യാബേജ്, ചോളം തുടങ്ങിയ നിരവധി കൃഷികൾ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തിട്ടുള്ള ലൈജുവിന് അതിനെല്ലാം വിപണന മേഖലകൾ കണ്ടെത്തുവാനും കഴിഞ്ഞിരുന്നു. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപുള്ള 2 മണിക്കൂറാണ് കൃഷിക്കും കോഴികളുടെ പരിചരണത്തിനുമായി ലൈജു മാറ്റിവെക്കുന്നത്. ജൈവ രീതിയിൽ നടത്തുന്ന കൃഷിക്ക് ഈ വർഷം നല്ല വിളവ് ലഭിച്ചിട്ടുണ്ടെന്നും താൻ പൂർണ്ണ സംതൃപ്തനാണെന്നും കൃഷിയുടമ പറയുന്നു. എന്താണെങ്കിലും നമുക്കൊരു നട്ടു കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്ന ഒരു കൃഷിയായി നമുക്ക് പ്ലാവ് കൃഷി മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉപഭോക്താക്കളുണ്ട്. ഇപ്പോൾ നേരിട്ട് വന്ന് പലരും എൻ്റെ അടുത്ത് വന്ന് ഫോണിലൂടെ അഭ്യർത്ഥിച്ച് 2ഉം 3ഉം ചക്കയായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. സാധാരണ കേരളത്തിൽ ഡിസംബർ ജാനുവരി മാസത്തിൽ ഈ ചക്ക ദൗർലഭ്യമുള്ള സമയമാണ്. ഏകദേശം മാർച്ച് ഏപ്രിൽ മെയ് മാസത്തോടുകൂടി ആവുക സ്വാഭാവികമായിട്ടും ചക്ക ലഭ്യത കിട്ടിത്തുടങ്ങുക. ആ സമയത്താണ് കിട്ടുന്ന ചക്കകളെല്ലാം പഴുത്ത് ധാരാളം നാടൻ പ്ലാവുകളിലെ ചക്കകളെല്ലാം അങ്ങനെ മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അതിനൊരു മാറ്റം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ പ്ലാവ് കൃഷിയിലേക്കൊന്ന് മാറിയത്. നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായും ഓർഗാനിക്കായിട്ട് തന്നെയാണ് ഇത് കൃഷി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ തികഞ്ഞ സംതൃപ്തനാണ് ഇക്കാര്യത്തിൽ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്